എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഏകദേശമുള്ള യൂട്യൂബിലൊക്കെ നോക്കിയാൽ പല വ്ളോഗർമാരും ചെയ്യുന്ന ഒന്നാണ് പേടുള്ള കാവടിക്കടവ് ആറെന്ന് പറയുന്നത്. നിനക്ക് മാറു ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കാവടിക്കടവ് ആറെന്ന് പറയുന്നത്, അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ എനിക്കറിയാവുന്നതാണ്. കാരണം എൻ്റെ നാട്ടിലാണ് ധാരാളം പേർ രാവിലെ തന്നെ അവർ കുളിക്കാനായിട്ട് ഈ കടവിലേക്ക് വരികയും അവർ സന്തോഷമായിട്ട് അവർക്കവിടെ ആറിൽ കുളിക്കുന്നതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. എൻ്റെ അമ്മച്ചിയൊക്കെ അവരൊക്കെ ആറിൽ കുളിക്കുകയുള്ളായിരുന്നു. കാരണം കിണറിലെ വെള്ളമൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് എല്ലാ ദിവസവും ആറിൽ പോയി മുങ്ങിക്കുളിച്ച് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളതൊക്കെ പല ആളുകളും അവർ ഇന്നും കടവിൽ പോയി കുളിച്ചിട്ട് വരുന്നവരാണ്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് നമുക്കിവിടെ ഇവിടെ തന്നെ ജലസംഭരണി ആയിക്കഴിഞ്ഞു. ഈ ഒരു പ്രകൃതി സൗന്ദര്യമടങ്ങിയ ഈ ഒരു ആറിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മാതിരി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സൗന്ദര്യവൽക്കരണത്തോടു കൂടിയ, അത് കടവാണോ എന്നെനിക്ക് പറയാൻ അറിയില്ല, എന്തായാലും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ആറായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണമെന്ന് പറയുന്നത് നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയും ആൾക്കാരുണ്ട്. സ്കൂൾ കുട്ടികളുണ്ട്, കോളേജ് പിള്ളേരുണ്ട്, ഫാമിലിയായിട്ട് വരുന്നവരുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലാണ് കൂട്ടമായിട്ട് ഈ ആറിലേക്ക് കടന്നു വരുന്നത്. ഈ ആറിലേക്ക് കടന്നു വരുന്നത് തന്നെ നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ വ്ളോഗർമാർ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രകൃതി രമണീയത അടങ്ങിയ ഈ ഒരു സംഭവം കണ്ടിട്ടാണ് പലരും ഇവിടേക്ക് വരുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാം, ഇങ്ങനെ ചാടി മറിയാം, തലകുത്തി മറിയാം, എന്ത് വേണം നമുക്ക് ഇവിടെ ചെയ്യാമെന്നുള്ളൊരു തോന്നലിലാണ് പലരും കടന്നു വരുന്നത്. എന്നാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30-ലധികം ആളുകളുടെ ജീവനെടുത്ത ഒരു ആറാണ് ഈ കാവടിക്കടവ് ആറെന്ന് പറയുന്നത്. ഞാനത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ധാരാളം പേർ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമുക്കറിയാം, ഇവിടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലുള്ള ഒരു സൈനികൻ മരിക്കുകയുണ്ടായി. ബാക്കി 3 പേരെ നാട്ടുകാരും ഫയർഫോഴ്സ് എല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ പല സംഭവങ്ങളാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ആരുടെയും ജീവൻ നഷ്ടമാകുവാൻ പാടില്ല. കാരണം ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതോ പോലെയുള്ള കാര്യങ്ങളല്ല. ഈ ഒരു ആറിൽ ധാരാളം ചുഴികളുണ്ട്. കണ്ടാൽ നല്ല ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, കടൽ കുളിക്കുവാനൊക്കെ നമുക്ക് തോന്നും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അപകടം നിറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ ജീവനാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും മനോഹരമായിട്ടുള്ള ആറുകളുണ്ട്, ചെറിയ അരുവികൾ, തോടുകളൊക്കെ നമുക്ക് അറിയാം. പക്ഷേ അവിടുത്തെ ആ ഒരു രീതി എന്താണെന്നോ, ആ ഒരു ആറിൻ്റെ പ്രത്യേകത എന്താണെന്നോ, അവിടുത്തെ ആഴമോ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ചുഴിയോ അടി ഒഴുക്കോ ഒന്നും തന്നെ പലർക്കും അറിയില്ലായിരിക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പലരും ഈ കോളേജിൽ നിന്നൊക്കെ വരുന്നവർ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ടൂർ വരുന്നവർ, ട്രിപ്പ് വരുന്നവർ, ഇവരൊക്കെയും വന്ന് ഇവർക്ക് വെള്ളം കാണുമ്പോൾ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നും. പക്ഷേ എന്നാൽ ഈ ഒരു മനോഹാരിതയുടെ ആ ഒരു അടിത്തട്ടിലേക്ക് വളരെ അപകടകരമായി ജീവൻ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ തന്നെ ഒരുപാട് പേർ ഇവിടെ അപകടത്തിൽപ്പെടുകയും നാട്ടുകാരൊക്കെ അല്ലെങ്കിൽ ഫയർഫോഴ്സൊക്കെ വന്ന് രക്ഷിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെനിക്ക് അറിയാവുന്ന ഒരു ആറാണ്, എൻ്റെ നാട്ടിലാണിതുള്ളത്. വളരെ ഭംഗിയൊക്കെ തന്നെയാണ്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ എവിടെ ആയാലും ഒരു ആറിലേക്ക്, നദിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ ജീവൻ വിലയേറിയതാണ്. അത് നമ്മുടെ ഒരു നിമിഷത്തേക്കുള്ള ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലേക്ക് ആയിപ്പോകാം. ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് കണ്ടതാണ്, ആ ഒരു പരസ്യചിത്രത്തിലേക്ക് അഭിനയിക്കുന്നതിന് വേണ്ടി ഒരു
യുവാവ് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ആ ഒരു വെള്ളത്തിൽ താണു പോകുന്നൊരവസ്ഥ, ആ യുവാവ് അവസാനം വിളിച്ച ബ്രോ ബ്രോ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹൃദയഭേദകമായി തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരായാലും നമ്മുടെ മക്കളായാലും സഹോദരങ്ങളായാലും ഇപ്പോൾ നമ്മുടെ ആരും തന്നെ ആയാലും ട്രിപ്പിനോ ടൂറിനോ അല്ലെങ്കിൽ എവിടെ തന്നെ പോയാലും മാക്സിമം അപകടകരമായിട്ടുള്ള ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇരിക്കുക. പ്രത്യേകിച്ച് ഈ കാവടിക്കടവിൽ വന്ന് കുളിക്കാതിരിക്കുക. കാരണം വളരെയധികം ആളുകളാണ്. ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഈ ഒരു ആറിലേക്ക് ഇത്രമാത്രം ജനനിബിഡമായി ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ. ഇടയ്ക്ക് നോക്കിയപ്പോൾ വിദേശികൾ പോലും ഇങ്ങനെ കടന്നു വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത് തന്നെ. കാരണം വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ തന്നെ പിന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നിരന്തരമായിട്ട് രാവിലെ മുതൽ ഏകദേശം രാത്രി വരെയും ആളുകൾ ഇങ്ങനെ വന്നു പോവുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഏതൊക്കെയോ കോളേജിൽ നിന്നൊക്കെ പിന്നെ ഒരുമിച്ച് സ്റ്റുഡൻസും അധ്യാപകരൊക്കെ ആയിട്ട് വന്നു പോകുന്ന കണ്ടു. ഫാമിലിയായിട്ട് കടന്നു വരുന്നു. അല്ലാതൊക്കെ സ്കൂൾ പിള്ളേർ കടന്നു വരുന്നു, കോളേജ് പിള്ളേർ കടന്നു വരുന്നു. പക്ഷേ ഇത് എപ്പോൾ ഒരുപോലെ ഇരിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മരണം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാവടിക്കടവെന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ സ്ഥലം കാണാൻ വരുന്നത് ഓക്കെ, പക്ഷേ ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. അടിയൊഴുക്ക് വളരെ ശക്തമാണ്. ധാരാളം ചുഴികളുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആറല്ല ഇപ്പോൾ. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള ആറെന്ന് പറയുന്നത് ഇത്രയും അപകടകരമായിട്ടുള്ള ഒന്നല്ലായിരുന്നു. ധാരാളം പേർ കുളിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു ആറായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ രീതികളൊക്കെ മാറിക്കഴിഞ്ഞു. വളരെയധികം ആകർഷണീയമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു ആറിലേക്ക് കുളിക്കാനായിട്ട് കടന്നു വരാതിരിക്കുക. ജീവൻ വിലയേറിയതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ വ്ളോഗുകൾ കണ്ട് അല്ലെങ്കിൽ പിന്നെ ആ ഒരു വ്ളോഗിൽ കാണുന്ന ഒരു മനോഹാരിത കണ്ടുകൊണ്ട് കുളിക്കുവാനായിട്ട് ഇവിടേക്ക് കടന്നു വരാതിരിക്കുക. വളരെയധികം ശ്രദ്ധിക്കുക. ജീവൻ വിലപ്പെട്ടതാണ്. എത്രയോ വർഷക്കാലം ജീവിച്ചിരിക്കേണ്ടുന്ന വ്യക്തികളാണ് ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും കുളിക്കാനൊക്കെ ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഈ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാട്ടുകാർക്കോ സമൂഹത്തിനോ ചിലപ്പോൾ കുറച്ച് നേരത്തേക്കോ ഒരു ദിവസത്തേക്കോ ദുഃഖം തോന്നാം. എന്നാൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ച സൈനികനെന്ന് പറയുന്നത് അദ്ദേഹത്തിന് 1 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഫാമിലിയെക്കുറിച്ചൊക്കെ തന്നെ. അവരൊക്കെ ഇനി ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടുന്നൊരവസ്ഥയല്ലേ. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്കായാലും നമ്മുടെ പാരൻസിനായാലും ഹസ്ബൻഡോ വൈഫോ മക്കളോ എല്ലാവർക്കും അവർക്ക് മാത്രമായിരിക്കും വേദന. അല്ലാതെ മറ്റുള്ളവർക്കെല്ലാം കുറച്ച് നേരത്തേക്കോ 1-2 ദിവസത്തേക്കോ മാത്രമേ ഇതൊരു ഓർമ്മകൾ വരുമ്പോൾ നമുക്കൊരു ദുഃഖമാകാം. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ അവർക്ക് ഈ ഒരു വേദന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക. ദയവ് ചെയ്ത് ഈ കാവടിക്കടവിൽ ആരും കുളിക്കുവാൻ വരാതിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.